അല്ല, മോളൊന്ന് വന്ന് കാണാൻ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. ആശുപത്രിയിൽ ചീട്ടൊക്കെ വാങ്ങി പോരാൻ താമസിച്ച മോക്ക് മനസ്സിലായില്ലേ എന്നെ? സുനൈനാടുമ്മ, മുല്ലത്താത്ത. ഞാൻ ഹെഡ്മാഷ സ്കൂളിലെ. ഞാൻ ശേഖരൻ മാഷ്. എനിക്കറിയാം, വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഉണ്ണി എവിടെ? വിഷ്ണുവേട്ടാ, ഉണ്ണി എവിടെ? ഉണ്ണി, ഉണ്ണി എവിടെ? ഉണ്ണിന്റെ കാര്യം ഉണ്ണിക്ക് എന്താ? വിഷ്ണുവേട്ടാ, എന്താ ഉണ്ണിക്ക്? എന്തിനാ വിഷ്ണുവേട്ടാ ഒന്ന് കൂടെ കരയാൻ പോലും എന്നെ അനുവദിച്ചില്ലല്ലോ. അന്ന് പറയാൻ വന്നത് ഞാൻ ഈ മുഖത്തേക്ക് നോക്കിയപ്പോ എല്ലാ ശക്തിയും പോയി. അറിഞ്ഞു കഴിയുമ്പോ സെല്ലിലേക്കുള്ള നിന്റെ തിരിച്ചുപോക്ക് അതോർത്തപ്പോ എനിക്കത് പറയാനുള്ള ധൈര്യമില്ലാന്ന് തോന്നി. ഒരമ്മയ്ക്കും പൊറുക്കാൻ പറ്റാത്ത അപരാധം ഞാൻ ചെയ്തത്. എനിക്കെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഷേ. എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷെ മാഷ്ക്കറിയോ, ഈ ഒരു 5-6 ദിവസം കൊണ്ട് അവൾ ഒരുപാട് മാറി. ഒരുപക്ഷെ ഇത്രയും കാലം എല്ലാം അനുഭവിച്ച് മനസ്സ് മരവിച്ചു പോയതുകൊണ്ടാവാം. ഇന്നലെ രാത്രി ഒരുപാട് നേരം അവൾ എന്നോട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ. കുറെ കാലത്തിന് ശേഷം അവളുടെ ആ പഴയ ചിരി ഞാൻ കണ്ടു. മോളെയും ചേർത്ത് പിടിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നത് നേരം വെളുക്കണവരെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. കൈവിട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടാണെന്നൊരു തോന്നല്. മാഷ് പറഞ്ഞ പോലെ ഇവിടുത്തെ കാറ്റിന് ചില നേരത്ത് ഒരു മധുരമുണ്ട്, എന്തോ ഒരു മധുരം.
ഏതാണ്ട് ഇതേപോലൊരു മധുരം ഞാനും കുറച്ച് ദിവസം നാവിന്റെ തുമ്പത്ത് വെച്ച് നടക്കുക. ഇനി വിഷ്ണുവിനോട് അത് പറയാം. മറ്റൊന്നുമല്ല, നമ്മുടെ ഭാഗവതരുടെ മകൾ സീതയില്ലേ, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടും വെച്ച് ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം അങ്ങോട്ട് തുടങ്ങിയാലോ എന്ന് ആലോചിക്കേ. സീതയുടെ കാര്യം മാഷ് പറഞ്ഞു. കേട്ടപ്പോ തന്നെ അവൾ 1-2 അടി പെട്ടെന്ന് നടന്നു. ഒരു 5-6 മാസത്തെ ചികിത്സ കൂടി വേണ്ടി വരും. ഒരു സഹായത്തിന് ഞാനും കൂടിയാൽ ആ കുട്ടിക്ക് അധികം വേദനിക്കാതെ നടക്കാലോ. നടക്കും. മാഷ്ടെ കൈയും പിടിച്ച കുട്ടി നടക്കും. പിന്നെ ആ കാട്ടുമാക്ക ഇറങ്ങി മാഷെ. ഇത്തവണ 2ഉം കൽപ്പിച്ചാ തോന്നുന്നു. ഇതിനകത്ത് കയറി സകല ബെഞ്ചും മേശയും തല്ലിപ്പൊളിച്ചു. എന്റെ മുറി ഓഫീസും അടിച്ചു നിരത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി പഴയതുപോലെ ഗുരുകുല വിദ്യാഭ്യാസം നല്ലത്. ബെഞ്ചും ഡെസ്ക് ഒന്നും വേണ്ട, മരത്തണര് മതി. ഇതവൻ നമ്മളോട് പക തീർത്താ എല്ലാവരും കൂടെ പിടിച്ചു കൊടുത്തിട്ട് പക. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാ അറിയാണ്ട് നിക്കണേ. ഒരിക്കൽ കൂടി പിടിച്ചു കെട്ടി കൊടുക്കാന്ന് വെച്ചാ അന്നത്തെ പോലെ അവൻ എവിടെയെങ്കിലും വ്യാജചാരായം കുടിച്ച് കിടക്കേണ്ടി വരും. ഒരിക്കൽ അവനൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് നമുക്ക് പിടിച്ചിട്ടാൻ വേണ്ടി ഡെയിലി അവൻ ബോധം കെട്ട് കിടക്കുക. ഇനി അവൻ അടിച്ചു പൊളിക്കുന്നത് നമ്മൾ മാഷന്മാരുടെ വീടാവും. അവൻ നമ്മളെ എന്ത് വേണേലും ചെയ്യട്ടെ. നമ്മളെ വിശ്വസിച്ച് പഠിക്കാൻ വരുന്ന ഈ കുട്ടികൾ എന്ത് പഠിച്ചു? ഇനി ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. പഞ്ചായത്തിന്റെ സ്കൂളല്ലേ, പ്രസിഡന്റ് ലീലാവതി ടീച്ചറെ കണ്ട് കാര്യം പറയാം. എന്താ വേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടല്ലേ. അല്ല മാഷേ, ഞങ്ങൾ എവിടെ ഇരിക്കുക? നമ്മളെ ഏതായാലും കാട്ടുമാക്ക ഇരുത്തി. ഇനി ടീച്ചർക്ക് എവിടെ പണിയിരിക്കാം. ഏതായാലും കുട്ടികളൊക്കെ പോവാം. പഞ്ചായത്ത് മുൻകൈയെടുത്ത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കാട്ടുമാക്ക എന്ന് പറഞ്ഞ ചെകുത്താൻ സ്കൂളിൽ തീ വെക്കും. ഇനി അതാണ്ടാവുക. ലീലാവതി ടീച്ചറിലെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതിനുള്ള നിവൃത്തി ടീച്ചർ തന്നെ കാണണം. ഞാൻ ഗുസ്തി പഠിച്ചിട്ടില്ല. ഞാനൊരു സ്ത്രീയാണ്. അവനെ പോലെ ഒരു തടിമാറിനോട് നേരിട്ട് ഒന്ന് വർത്തമാനം പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല. പ്രസിഡന്റ് നേരിട്ട് കാട്ടുമാക്കാനോട് ഗുസ്തി പിടിക്കാനല്ല ഹെഡ്മാഷ് പറഞ്ഞത്. പ്രസിഡന്റിന് ഈ പ്രശ്നത്തിൽ എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അല്ല, നിങ്ങളാരെന്താ പോലീസിൽ വിവരം അറിയിക്കാത്തത്? ഇവിടെ എവിടെയാ പോലീസ് സ്റ്റേഷൻ ഉള്ളതങ്ങ് ചന്തമുക്കലല്ലേ. അവിടെ പോലീസ് എന്നും പറഞ്ഞ് ഒരു SI ഇരിക്കുന്നുണ്ട്. അതാണ് പോലീസ് എങ്കിൽ അയാളോട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, സാർ ഇവിടുത്തെ AO അല്ലേ? സ്കൂളിൽ ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ MLA-യോടോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആരോടെങ്കിലും സാറിന് തന്നെ നേരിട്ട് പറയാവുന്നല്ലേ ഉള്ളൂ. സ്കൂള് പഞ്ചായത്തിന്റേതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല. അത് ആരെങ്കിലും ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കൂ. സ്കൂളിൽ ഒറ്റ ബെഞ്ചില്ല, കുട്ടികൾക്ക് പഠിക്കണ്ടേ? കുറച്ച് ദിവസം അത് പൂട്ടിയിട്ടാലും മാഷിമാർക്ക് ശമ്പളം കിട്ടില്ലേ? പിന്നെന്താ? ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. നമ്മളിങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. ആ ബെഞ്ചുകളും കസേരകളും മേശയൊക്കെ നേരാക്കാൻ ഒരുപാട് പൈസ വേണ്ടി വരും. സ്കൂളിന് വല്ല ഫണ്ടും ഉണ്ടോ? സ്കൂളിന്റേതായിട്ട് പഞ്ചായത്തിൽ ഫണ്ടൊന്നുമില്ല. മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്ന് എടുക്കണം. അതിന് മറ്റേതെങ്കിലും ഫണ്ടിൽ പൈസ ഉണ്ടോ? ഒരു ഫണ്ടിലും പൈസ ഇല്ല. പിന്നെ എന്തിനാ ഈ ഫണ്ട്? ഒരു ബെഞ്ച് ഞാൻ തരാം മാഷേ. പക്ഷെ അത് കാട്ടുമാക്കാൻ തല്ലി പൊട്ടിക്കില്ല എന്ന് പ്രസിഡന്റ് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ് കൊടുക്കാം. അപ്പൊ വിഷ്ണുമാഷ് പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും കൂടി ചെന്നിട്ട് MLA ഒന്ന് കണ്ടു നോക്കാം. ഇന്നും ഈ ആഴ്ച മുഴുവൻ എനിക്ക് ഒഴിവില്ല. എന്റെ മകള് തൃത്താലേന്ന് പ്രസവത്തിന് വരുന്നുണ്ട്. അവള് പ്രസവിക്കുന്നത് വരെ എനിക്ക് എങ്ങോട്ടും അനങ്ങാൻ വയ്യ. എന്നാ പിന്നെ എല്ലാവരും കൂടി ചെന്ന് കാട്ടുമാക്കാണ്ട് വിവരം പറയാം. ഒരു പ്രസവത്തിന്റെ കാര്യല്ലേ, അവൻ സഹകരിക്കായിരിക്കോ? അല്ലേ ശേഖരമാഷേ? പിന്നെ 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 ദൈവം തന്ന ഉമിനീര് വെറുതെ സംസാരിച്ച് പറ്റിക്കാന്നല്ലാതെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോടും AEയോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്കതൊന്നും തലയിൽ കയറില്ല. എല്ലാം ഒരുമാതിരി കാട്ടുമാക്കന്മാരാണ് ഹെഡ്മാഷെ. നശിപ്പിക്കാന്നല്ലാതെ നന്നാക്കണം എന്ന് ഒരുത്തനും ചിന്തയില്ല. എന്തായാലും ശ്രമിക്കാതെ പറ്റില്ലല്ലോ. പിള്ളേർക്ക് പഠിക്കണ്ടല്ലേ. അപ്പൊ നാളെ കാണാം. പക്ഷേ ഞങ്ങൾ കൊണ്ടാക്കണോ? വേണ്ട, നല്ലതിലാവുണ്ട്. ഇരിക്കാൻ ബെഞ്ചില്ലാത്തോണ്ട് സ്കൂൾ പൂട്ടിയില്ലേ മോനെ? തുറക്കുക. അത് ബെഞ്ച് വരുമ്പോ തുറക്കും. അതുവരെ ഇവിടുത്തെ ബെഞ്ചിലിരുന്ന് പഠിച്ചാൽ മതിട്ടാ. ഇവന് മാത്രം എന്താ എപ്പം ജയിലിൽ നിന്ന് ലീവ് കിട്ടണത്? മനുഷ്യന്മാരുടെ മനസമാധാനം കളയാൻ. കാലമാടന്മാര്. ഞാനാ മാഷേ. കോഴി കച്ചവടം കഴിഞ്ഞു വരുന്ന വഴിയാ 3 ബാക്കിയായി. വിൽക്കാൻ പറ്റിയില്ല. മാഷ്ക്ക് വേണ? നല്ല കോഴിയാ, ദിവസം 2 മുട്ടയിടൂ. വേണ്ട. അല്ല മാഷേ, നിങ്ങളുടെ ഭാര്യ ആളെ തട്ടിച്ചയില്ലായിരുന്ന? അണ്ണൻ പറഞ്ഞേട്ടതാ. അണ്ണാടോ ചോര കണ്ടിട്ടത്രേ. നേരാ മാഷേ? എന്താ വിഷ്ണുട്ട ഇത്ര വൈകിയേ? പറഞ്ഞിരുന്നില്ലല്ലോ. കാത്തിരുന്ന മോൾ ഉറങ്ങിപ്പോയി. ഒരു കാട്ടുമാക്കാനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? അയാൾ തിരിച്ചു വന്നു. അന്ന് പിടിച്ചു കൊടുത്തതിന് പ്രതികാരമായിട്ട് അയാൾ സ്കൂളിലെ സകല ഫർണിച്ചറും അടിച്ചൊടിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയതാ. വിഷ്ണുവേട്ടനോട് അയാൾക്ക് പകയുള്ളതല്ലേ? ഉപദ്രവിക്കാൻ വരൂ? ഏയ്,
ഞാൻ ഒറ്റയ്ക്ക് ഒന്നിനും ചെന്നിട്ടില്ലല്ലോ. മാഷുമാരെല്ലാരും കൂടിയല്ലേ. എന്നാലും ഇത്തരക്കാർക്ക് ഒന്നിനും മടിയുണ്ടാവില്ല. സൂക്ഷിക്കണം വിഷ്ണുട്ടാ. അതല്ല, നിന്നെ ജയിലിൽ വെച്ച് അയാള് കണ്ടത്രേ. ആ ജയിലിൽ തന്നെ ഉണ്ടായിരുന്ന അയാളും ആണുങ്ങളുടെ സെല്ല്. ഇനിയിപ്പോ എല്ലാരും അറിയും. അയാൾ എല്ലാരോടും പറയും. എല്ലാം ഒന്ന് നേരെ വരുമായിരുന്നു. ഉറങ്ങണില്ലേ? ഉറക്കം വരില്ലേ? വെറുതെ ഓരോന്നാലോചിച്ച് കിടന്നിട്ടാ. ഒന്നും ഉണ്ടാവില്ല വിഷ്ണുട്ടാ. ഇതിലും വലിയ പേടിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അയാൾ എന്നെ ജയിലിൽ വെച്ച് കണ്ടു. ഇനി അതെല്ലാവരോടും പറയും. അത്രയല്ലുള്ളൂ. അറിഞ്ഞോട്ടെ, എല്ലാവരും അറിഞ്ഞോട്ടെ. അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇല്ലാണ്ടിരിക്കോ? നീ ഉറങ്ങിക്കോ. ഞാൻ മാത്രല്ല, വിഷ്ണുവേട്ടനും ഉറങ്ങണം. സന്തോഷമായിട്ട് ഉറങ്ങാൻ ഞാനൊരു രഹസ്യം പറയട്ടെ. വന്നപ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും അല്ലേ? എന്താ? ഒരാള് വരാൻ പോണ്ട്. ആര്? പേടിച്ചോ വിഷ്ണുവേട്ടൻ? ഇത് പേടിക്കേണ്ട ആളല്ല. നമ്മുടെ സങ്കടമൊക്കെ മാറ്റാൻ വരിക. ഉണ്ണി, നമ്മുടെ ഉണ്ണി. അവൻ തിരിച്ചു വരിക നമ്മുടെ അടുത്തേക്ക്. ഉണ്ണി തന്നെയാവും. അവന് ദൈവം നമുക്ക് തിരിച്ചു തരിക. അറിയുമ്പോ മായമോൾക്കും സന്തോഷാവും. ഇല്ലേ വിഷ്ണുട്ടാ? ശരീരം മുഴുവൻ പണ്ടത്തെ ആ മഴ നനയണ പോലെ, പണ്ടത്തെ നമ്മുടെ ആ നാളുകളൊക്കെ തിരിച്ചു കിട്ടണ പോലെ. എന്താ ഹെഡ്മാഷേ? അത് അവനാ. ഇവറ്റങ്ങൾക്കൊന്നും ഉറക്കല്ലേ? ഹെഡ്മാഷേ, പകല് പണിയെടുക്കുകയും രാത്രി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരെ സാധാരണഗതിയിൽ മനുഷ്യനെന്ന് വിളിക്കും. പകൽ ഉറങ്ങുകയും രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പിശാചെന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഉറങ്ങാം.